4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പറയുന്ന 5 ഇസ്മുകൾ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ കാര്യം 3 ദിവസം കൊണ്ട് അയാൾക്ക് സാധിപ്പിച്ചു കിട്ടും. പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഈ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചിരിക്കണം. ഇത് ശ്രദ്ധിച്ചിട്ടാണ് ഈ 5 ഇസ്മുകൾ ഒരാൾ ചൊല്ലുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ശരവേഗത്തിൽ, അതായത് പെടുന്നനെ നടത്തി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. നമുക്കൊരുപാട് ആവശ്യങ്ങളില്ലേ, ഖൽബിൽ ഒരുപാട് മുറാദുകളില്ലേ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയ ഒരു അമൽ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? റാഹത്താണ് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും സമാധാനവും സക്കീനത്തും റാഹത്തും സന്തോഷവുമുള്ള ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും വിളിച്ച് സങ്കടം പറയാറുണ്ട്, വിഷമങ്ങൾ പറയാറുണ്ട്, പ്രശ്നപരിഹാരങ്ങൾ തേടാറുണ്ട്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയയ്ക്കുക. ഇനി കോൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സൗകര്യം പോലെ സംസാരിക്കാവുന്നതാണ്. അല്ലാഹു എല്ലാവർക്കും ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഒരു 3 ദിവസം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ, മെനക്കെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ നിബന്ധനകൾക്കൊന്ന് പാലിച്ചുകൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത്. അത് സതേ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ, ഞാൻ എത്ര നോക്കിയിട്ടും നടക്കുന്നില്ലല്ലോ, എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ, ഈ ബേജാറോട് കൂടിയിട്ടാണെങ്കിൽ ഇത് കേട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം ഉറപ്പായും നടന്നു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു 5 ഇസ്മുകളുടെ ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം അല്ലേ. അത് ഇസ്മുകളെന്ന് പറഞ്ഞു തരട്ടെ. ഒന്ന്, യാ റസ്സാഖു എന്ന ഇസ്മ. റസ്സാഖ് നമുക്കറിയുന്ന ഇസ്മാണ്, യാ റസ്സാഖ്. രണ്ടാമതായി യാ മുജീബു എന്ന ഇസ്മ. മൂന്നാമതായി കാണാം യാ ഫത്താഹു എന്ന ഇസ്മ. നാലാമതായി കാണാം യാ ഗനിയു എന്ന ഇസ്മ. അഞ്ചാമതായി കാണാം യാ കരീമു എന്ന ഇസ്മ. അപ്പം യാ റസ്സാഖു, യാ ഫത്താഹു, യാ മുജീബു, യാ ഗനിയു, യാ കരീമു. ഈ 5 ഇസ്മുകളാണ് ചൊല്ലേണ്ടത്. പക്ഷേ ഇത് ചൊല്ലാനൊരു നിബന്ധനയുണ്ട്, ചൊല്ലേണ്ട രീതിയുണ്ട്. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആവശ്യങ്ങൾ ഈ ഇസ്മു കൊണ്ട് പൂർത്തിയായി കിട്ടുക? ഇൻഷാ അല്ലാഹ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ, അതായത് 4 നിബന്ധനകൾ. ഇത് പാലിച്ചാൽ മാത്രമേ ബാക്കിയുള്ളത് കേട്ടിട്ട് കാര്യമുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഖൽബിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? ഈ വേവലാതി എന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചു, എന്താ കിട്ടാത്തത്, എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഈ ഒരു അങ്കലാപ്പ് ഖൽബിലുണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നമുക്കൊരു വിശ്വാസക്കുറവിൻ്റെ വിശ്വാസക്കുറവുള്ളതിൻ്റെ പേരിലാണ്. അതായത് നടക്കോ ഇല്ലയോ എന്നുള്ളൊരു വിശ്വാസക്കുറവ് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ അങ്കലാപ്പ് വരുന്നത്. അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. എൻ്റെ കാര്യങ്ങൾ എന്താ നടക്കാത്തത്, എത്ര ചെയ്തിട്ട് നടക്കാത്തത്, ഈ ഒരു ചിന്ത ഒഴിവാക്കുക. മറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക, എൻ്റെ നടക്കും ഇൻഷാ അല്ലാഹ്, ഇതെന്തായാലും ഉറപ്പായും നടന്ന് കിട്ടും. കാരണം അത്ര നിയ്യത്തോട്, നല്ല ഇഖ്ലാസോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഉറപ്പായും അള്ളാഹു എനിക്ക് നൽകും എന്നുള്ള നല്ല നിയ്യത്തോടെ ആയിരിക്കാം. രണ്ടാമത്, അള്ളാഹു എനിക്ക് ഏറ്റവും നല്ല സമയത്ത് നൽകും എന്നുള്ള ആ ഒരു ചിന്ത ഖൽബിലുണ്ടാകും. വേവലാതി ഇല്ലാതിരിക്കുക. അതൊന്ന്, അള്ളാഹു എനിക്ക് ഏറ്റവും നല്ല സമയത്ത് ഇത് നൽകും എന്നുള്ള. ഇപ്പോൾ ഞാൻ ഒരു 3 ദിവസം കൊണ്ട് എനിക്കിത് നടക്കണമെന്ന് ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ 3 ദിവസം കൊണ്ട് ഇത് കിട്ടുക, ഞാൻ ഉദ്ദേശിച്ച കാര്യം റാഹത്തായി കിട്ടുക എന്നുള്ളത് എനിക്ക് ഖൈറാണോ ഷെറാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഖൽബിൽ കരുതേണ്ടത്, അള്ളാഹു എനിക്ക് ഏറ്റവും നല്ല സമയത്ത് ഇത് നൽകും എന്ന് മനസ്സിൽ കരുതുക. അങ്ങനെ കരുതിക്കൊണ്ടാവണം ഇത് ചൊല്ലേണ്ടത്. മൂന്നാമത്തത്, ഹലാലായ മാർഗത്തിൽ മാത്രം ഇത് ഉപയോഗിക്കുക. ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന, ഇപ്പോൾ ഈ അടുത്തൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നതിൽ അങ്ങനെയാണ്. ചെറുപ്പക്കാരായ ആളുകൾ, ഞാനൊരു ചെക്കനുമായിട്ട് കുറേ കാലമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി, മറ്റൊരു സഹോദരൻ, ഞാൻ കുറേ കാലമായിട്ട് പ്രണയത്തിലായിരുന്നു, ഇപ്പോൾ എന്നെ മൈൻഡ് ആക്കണില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഹറാമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് സ്വലാത്തും ദിക്റും ഒക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനിപ്പം നമ്മളെന്താ മറുപടി പറഞ്ഞു കൊടുക്കുക? ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ എന്താ മറുപടി പറയുക? ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതുപോലെയാണ് എന്ത് ചെയ്യുക, ബിസ്മി ചൊല്ലി കള്ളു കുടിക്കുന്നതിന് സമം അല്ലേ? അങ്ങനെ ആകാൻ പാടില്ല. ഹലാലായ മാർഗത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്താം. അത് 4-മത്തെ സംഗതി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരം ഒരു കാരണവശാലും വിട്ടുപോകാതിരിക്കുക.
ശ്രദ്ധിക്കണം. അതായത് ഇത് ചെയ്യുന്ന 3 ദിവസം കൃത്യമായിട്ട് എല്ലാ നിസ്കാരവും നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ട് തോന്നുമ്പോൾ ശല്യ അങ്ങനെ ആകാൻ പറ്റുമോ? പറ്റൂല. ഇത് അങ്ങനെ ആർക്കെങ്കിലും നിസ്കാരം ഒഴിവായി പോകുന്നുണ്ടെങ്കിൽ ദൃഢനിശ്ചയം ചെയ്യണം. എന്ത്, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ഒറ്റ നിസ്കാരവും ഞാൻ എന്ത് ചെയ്യൂല, ഖളാക്കി കളയൂല. കൃത്യസമയത്ത് തന്നെ, അതായത് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പോയി നിസ്കരിക്കും. അങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. മറിച്ച് അത് ഖളാ ആകുന്നതിന് മുമ്പെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ കൃത്യമായി ഒരു വക്കത്തും ഒഴിവാക്കാതെ നിസ്കരിക്കും എന്ന് ദൃഢനിശ്ചയം ചെയ്ത് തുടങ്ങാം. അങ്ങോട്ട് തുടങ്ങാം. എന്ത് ചെയ്യുക, പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു തിരക്കിപ്പെട്ട് ഖളായി പോയാൽ അത് ഇതിൽ ബാധകമല്ല. മറിച്ച് അത് പെട്ടെന്ന് ഖളാ വീട്ടുക എന്നതാണ്. ഒരിക്കലും ഖളാ ആക്കാൻ പാടില്ല. മറിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഖളായി പോയി എന്ന് കരുതുക. എന്നാൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് ഖളാ വീട്ടാം. അപ്പം ഈ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട രീതി പറഞ്ഞാൽ, ഞാൻ 5 ഇസ്മുകൾ ആദ്യം പറഞ്ഞല്ലോ, യാ റസാഖു, യാ ഫത്താഹു, യാ മുജീബു, യാ ഗനിയു, യാ കരീമു. ഈ 5 ഇസ്മുകൾ നല്ല വുദുവോടുകൂടി നമ്മൾ വുദു എടുത്ത്, അതായത് ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ എടുത്ത വുദു ഉണ്ടാവുമല്ലോ, ആ വുദുവോട് കൂടിയിട്ട് ഏതെങ്കിലും നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്തിരിക്കുക. വൃത്തിയുള്ള, അതായത് നിസ്കാരശേഷം ആയിക്കഴിഞ്ഞാൽ ആ മുസല്ലയിൽ തന്നെ, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ, അവിടെ എന്തായാലും നജസ് ഉണ്ടാവില്ല, ആ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് 3 ദിവസം തുടർച്ചയായിട്ട് ഈ ഓരോ ഇസ്മുകളും ചൊല്ലണം. ഓരോ ഇസ്മുകളും ചൊല്ലേണ്ട എണ്ണം പറഞ്ഞു തരാം. ഓരോന്നും ഒന്നിരിക്കൽ 100 എണ്ണം ചൊല്ലുക, അല്ലെങ്കിൽ 313 എണ്ണം ചൊല്ലുക. കൂടുതൽ ചെല്ലാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, 313 തവണ വീതം ഓരോ ഇസ്മുകളും ചൊല്ലുക. അതിൽ ഫത്താഹ എന്ന ഇസ്മു 313 തവണ ചൊല്ലണം. ശേഷം റസാഖു എന്ന ഇസ്മു 100 തവണ ചൊല്ലണം, അല്ലെങ്കിൽ 313 തവണ ചൊല്ലുക. അതിനുശേഷം മുജീബു എന്ന ഇസ്മു 100 തവണയോ 313 തവണയോ ചൊല്ലുക. 4-മതായി ഗനിയു എന്ന ഇസ്മു 111 തവണയോ അല്ലെങ്കിൽ 313 തവണയോ ചൊല്ലുക. 111 തവണ ചൊല്ലുക, അല്ലെങ്കിൽ 313 തവണ ചൊല്ലുക. ശേഷം യാ കരീമു എന്ന ഇസ്മു 100 തവണയോ 313 തവണയോ ചൊല്ലുക. ഇങ്ങനെ ഈ ഇസ്മുകളൊക്കെ ഒന്നിച്ച് തന്നെ ചൊല്ലുക. നമുക്ക് ഒരു സമയത്ത് തന്നെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, വുദുവോടുകൂടി വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, 3 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ഇസ്മുകൾ എന്ത് ചെയ്യുക, ദിവസം മുടങ്ങാതെ ഇത്ര എണ്ണം ചൊല്ലി തീർക്കുക. എന്നിട്ട് അവസാനം ഈ ഇസ്മുകളൊക്കെ ചൊല്ലിയ ശേഷം ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ ഇന്ന ആവശ്യം നീ പൂർത്തിയാക്കണം. അതായത് നമ്മുടെ എന്താണോ ആവശ്യം, മുറാദ് എന്താണോ, അത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ ഖൽബിൽ യഖീൻ ഉണ്ടാകണം. അല്ലാഹു എനിക്ക് ഈ കാര്യം നടത്തിത്തരും, കാരണം ഞാൻ പറഞ്ഞത് അല്ലാഹുവിൻ്റെ ഇസ്മുകളാണല്ലോ. ആ ഒരു യഖീനോട് കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു നോക്കും. ഇൻഷാ അല്ലാഹ് ഉറപ്പായും നമുക്കതിന് ഫലം കിട്ടും. ആ നല്ല നിയ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് എന്ത് ചെയ്യും, നമുക്ക് പ്രതിഫലം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലോ. ഒരുപാട് ആളുകൾ, പല ആവശ്യങ്ങളുള്ളവർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവർക്കിതൊരു ഉപകാരമാകുകയും അവർക്ക് വലിയൊരു ആശ്വാസമാകുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിഷമങ്ങൾ, ദുആ, വസിയത്തുകളൊക്കെ നമ്മുടെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന ആളുകൾ സൗകര്യം ഉള്ളതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് റിപ്ലൈ തരും. വാട്സപ്പിൽ എന്തായാലും ഞാൻ അവർക്ക് മറുപടി നൽകുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.